ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ടുട്ടു ആൻഡ് രൂപു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു പനീർ ബട്ടർ മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബട്ടർ വേണം, പനീർ നമ്മളൊരു ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട്. അതുപോലെ നമുക്ക് ഏകദേശം കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് അതും ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുതിരാനായിട്ട്. പിന്നെ നമ്മൾക്ക് ഇവിടെ ഞാനിപ്പോൾ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു തക്കാളി അത് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതാണ്, അരച്ച് വെച്ചിരിക്കുന്നതാണ്. ചെറിയ കഷ്ണങ്ങളാക്കി അത് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഞാൻ ഇപ്പോൾ റെഡിയാക്കിയതാണ്, അത്ര നന്നായിട്ട് പേസ്റ്റൊന്നും ആയിട്ടില്ല. അതുപോലെ ഏകദേശം 2 മീഡിയം സവാള ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞ് അതെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്. അപ്പോൾ നമ്മളിന്ന് ഏകദേശം ഒരു 200 ഗ്രാം പനീറാണ് കറി വയ്ക്കാൻ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ കൂടെ വേറെ ആഡ് ചെയ്യാനുള്ള ചേരുവകൾ ഞാൻ പോകെ പറഞ്ഞു തരാം. അപ്പോൾ ഇത് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മുടെ ലക്ഷ്മി നായരുടെ പനീർ ബട്ടർ മസാലയാണ്. അത് ഞാനൊരു എൻ്റെ വേർഷനിൽ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇനി പ്രിപ്പറേഷനിലേക്ക് പോകാം. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ബട്ടർ കുറച്ച് ചേർക്കുക. അതോടൊപ്പം കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്യും. ഞാൻ ഇതിനകത്തേക്ക് പനീർ വെച്ചിരിക്കുന്നത് കുറച്ച് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ചെറുതായിട്ട് ഷാലോ ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി ഇത് നമ്മൾക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അതിനകത്തേക്ക് വേറെ ഓയിലൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ചേർക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചച്ചോയ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും അതുപോലെ തന്നെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർക്കാം. എന്നിട്ടുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലപോലെ നല്ല റെഡ് കളർ വരുന്ന രീതിയിലൊന്ന് ചുമന്ന രീതിയിൽ മൊരിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ പച്ചമുളകും സവാളയും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ല ചുമക്ക മൊരിയുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് പിന്നീട് ചേർക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സവാള നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. 1 സ്പൂണോളം മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് നമ്മളിവിടെ ചേർക്കുന്നത്. കുറച്ചുകൂടെ എരിവിനനുസരിച്ച് ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് ചേർക്കാം. ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് മുളകേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് തീ കുറച്ച് വെച്ചിട്ടാണ് ഇതെല്ലാം ചേർക്കുന്നത്. കാരണം ഇത് പെട്ടെന്ന് മുരിഞ്ഞു പോകരുതല്ലോ, മൂത്ത് പോകരുത്. പിന്നെ അതോടൊപ്പം ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി നമുക്ക് ഇപ്പോൾ തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയം തന്നെ ഏകദേശം അത് ചെറുതായിട്ടൊന്ന് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാകും. ആ സമയം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടി ആഡ് ചെയ്യാം. ഇനി ഈ ടൊമാറ്റോയിൽ വെള്ളമൊക്കെ തീർന്ന് നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയം ടേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഏകദേശം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ടൊമാറ്റോ സോസ് ചേർക്കാം. ഒരു 1.5 സ്പൂൺ സോസ് നമുക്ക് ആഡ് ചെയ്യാം. ടൊമാറ്റോ സോസ് ഒഴിച്ച് അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് അരച്ച് വെച്ച അണ്ടിപ്പരിപ്പ് ചേർക്കും. നമ്മളിപ്പോൾ ഗ്രേവിക്ക് ആവശ്യമായ അത്രയും വെള്ളവും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിന് പതുക്കെ ഒന്ന് തിള വരുന്ന സമയം നമുക്ക് നോക്കാം. അതിൻ്റെ ഒപ്പം ഇതിനകത്തേക്ക് ഇതിനകത്ത് പ്രധാനമായിട്ടൊരു സാധനം ചേർക്കണം, ജീരകം. നമ്മുടെ സാധാരണ ചെറിയ ജീരകം പൊടിച്ചതും കൂടി നമുക്ക് കുറച്ച് ചേർക്കാം. 1/2 സ്പൂൺ.
ഇത്രയും വേണ്ട. മതി. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി നമുക്ക് ആഡ് ചെയ്യാം. തക്കാളിയുടെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു 1/2 മുതൽ 1 സ്പൂൺ വരെ നിങ്ങളുടെ ടേസ്റ്റിൻ്റെയൊക്കെ ഒരു ഇതനുസരിച്ചിട്ട്. ഇനി നമ്മൾ ഉപ്പ് നോക്കിയിട്ടില്ല, ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ വേണമെങ്കിൽ. പനീർ ആഡ് ചെയ്യാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പനീർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഗ്രേവി നല്ലപോലെ ഉണ്ട്, പനീർ കുറവേ ഉള്ളൂ. ഗ്രേവിയിൽ നമ്മൾക്ക് ഈ പനീർ ഒരു 5 മിനിറ്റ് നേരം ഇട്ട് വയ്ക്കാം. ഒന്ന് കിടന്ന് ചെറിയ തീയിലൊന്ന് തിളച്ച് വരട്ടെ, ചേർന്ന് വരട്ടെ. ആ സമയത്ത് നമ്മൾക്കിത് കുറച്ചിതിലേക്ക് മല്ലിയില. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾക്ക് കസൂരി മേത്തി കുറച്ച് ഇട്ട് കൊടുക്കാം. അത് നമ്മൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ചൂടാക്കി അങ്ങ് പൊടിക്കാം. ഇതിപ്പോൾ ചൂടാക്കുന്നില്ല, വെറുതെ അങ്ങ് കൈകൊണ്ട് തിരുമ്മിയിടുന്നതേ ഉള്ളൂ. അതുപോലെ മല്ലിയില നമ്മളിവിടെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ നല്ല മല്ലിയില കിട്ടിയില്ല, അപ്പോൾ വെള്ള മല്ലിയില അഡ്ജസ്റ്റ് ചെയ്തിടുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾക്ക് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നില്ല, ഫ്രഷ് ക്രീം ഇല്ല ഇവിടെ. അപ്പോൾ നമ്മുടെ ബട്ടർ ഇവിടെ കുറച്ചിരിക്കുന്നത്, കുറച്ച് ബട്ടറും കൂടി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബട്ടറും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്കിത് ഓഫ് ചെയ്യും. അപ്പോൾ പനീർ ബട്ടർ മസാല നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പം നിങ്ങളുടെ സ്ഥിരം യൂട്യൂബർ രൂപു സ്കൂളൊക്കെ തുറക്കാറായതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൂടെ ഇല്ല. അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അപ്പം നമ്മളുടെ കാര്യം നമ്മൾക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. കുഴപ്പമില്ല, നല്ല കറിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക.